ഒരു നിമിഷം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൽപ്പറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 62 വോട്ടിൻ്റെ ലീഡിലാണ് BJPയുടെ നഗരസഭയിൽ അക്കൗണ്ട് തുറന്നത്. ഈ പുളിയാർമല വാർഡ് LDFന് 2, UDFന് 2, രണ്ടുപേരും ഒരുപോലെയാണ്. NDA ആദ്യമായിട്ട് അവിടെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അതായത് വയനാട് കൽപ്പറ്റയിൽ ഈ സൂചന ഇത് തരുന്ന സൂചന വളരെ വലുതാണ് കേട്ടോ. തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് വാർഡിൽ NDA ലീഡ് ചെയ്യുന്നു. ചാക്കയിൽ മുൻ മേയർ K. ശ്രീകുമാർ LDF 277 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള സ്ഥിതിയുണ്ട്. ഹാൻസ് വിവരങ്ങളുമായുണ്ട്. പറയൂ ഹാൻസ്. ഹർഷൻ, തിരുവനന്തപുരത്ത് LDF കൃത്യമായ ലീഡോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും അതിനോടൊപ്പം തന്നെ 3 നഗരസഭകളിലും LDF ലീഡ് ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ച് തിരുവനന്തപുരത്ത് NDA ലീഡ് ചെയ്യുന്നു. UDFന് 1 സീറ്റ്, LDFന് 2 സീറ്റ്, NDAക്ക് 3 സീറ്റ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും NDA ലീഡ് നില മൂന്നിടത്ത് അവിടെ തിരുവനന്തപുരം വലിയ വാർത്തയാണ്. ഈ സമയത്ത് വലിയ വാർത്തയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മടപ്പള്ളിയിൽ പ്രവചിച്ച ശരിയായി. അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പൊ തന്നെ അത് ശരിയായി. ഇതില് ഇതുവരെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ് അല്ലേ ഹർഷ? അതായത് 2 കാര്യങ്ങൾ ഇതുവരെ വന്നിരിക്കുന്ന. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ NDA മുന്നിട്ട് നിൽക്കുന്നു. കൽപ്പറ്റ പോലൊരു സ്ഥലത്ത് UDFന് തിരിച്ചടി പോലെ ഉണ്ടാകുന്നു അല്ലേ? അതിൽ തന്നെ കോർപ്പറേഷനിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്നത് സാഹൂതം അങ്ങോട്ട് നോക്കാൻ നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും അവിടെ മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ അവരുടെ അടക്കം നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടാകണം അല്ലേ? ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ രാജാക്കാട് പാമ്പാടുംപാറ ഡിവിഷനുകളിൽ UDF ലീഡാണ്. നെടുങ്കണ്ടം മണ്ടൻമേട് ഡിവിഷനുകളിൽ LDF ആണ്. ഞാനിപ്പോ രാജാക്കാട് ഡിവിഷനിലാരാണ്? UDF ആണ്. നെടുങ്കണ്ടം ഡിവിഷനിൽ LDF. അതെല്ലാം നമ്മുടെ പരിസരത്ത് വരുന്ന ഡിവിഷനുകളാണ്. അതൊക്കെ ഇതിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ചെറിയ അല്ല, കഴിഞ്ഞ തവണ അവിടെ ഇടതുമുന്നണി ഭരിച്ചതാണ്. പക്ഷേ ഇത്തവണ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇടതുമുന്നണിക്ക് തന്നെ ഭരണം കിട്ടും. പക്ഷേ ഡിവിഷനുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവർ വിലയിരുത്തിയിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കിയാൽ ആലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFനാണ് ലീഡ്. ചമ്പക്കുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. വടകരയിൽ LDF ലീഡ്. ബ്ലോക്ക് പഞ്ചായത്തിൽ ആലപ്പുഴയിലേക്ക് വന്നാൽ LDFും UDFും ലീഡ് ചെയ്യുന്നുണ്ട് ഓരോ ഇടങ്ങളിൽ. പത്തനംതിട്ടയിൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 LDFും 1 UDFും ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ 1 UDF. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോർപ്പറേഷനിൽ NDA നന്നായിട്ട് മുന്നോട്ട് പോകും. തൃശ്ശൂരില് പൂങ്കുന്നം, പാട്ടുരായ്ക്കൽ, മണ്ണൂത്തി, തൈക്കാട്ടുശ്ശേരി, തേക്കിൻകാട് ഡിവിഷനുകളിലാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. BJP ജയിച്ചു. പാലക്കാട് നഗരസഭ വാർഡ് 28-ൽ BJP വിജയിച്ചു. 41 വോട്ടിന് നിലവിൽ സിറ്റിംഗ് സീറ്റാണ്. അവിടെ BJPയുടെ വിജയം വന്നിരിക്കുന്നു എന്നുള്ളതും കൂടി ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പാലക്കാട് നഗരസഭ വാർഡ് നമ്പർ 28 മണപ്പുള്ളിക്കാവ് അജിത്തെ BJP 1 ജയിച്ചു. 3 മുന്നണികൾക്കും വിജയമായി. അതെ, നഗരസഭയുടെ പുറത്തേക്ക് മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അജിത്തെ പറഞ്ഞു. വാർഡുകളിൽ സേതുലക്ഷ്മി, ഏതാണെങ്കിലും പാലക്കാട് ഇപ്പോൾ നഗരസഭയെ ആദ്യ വിജയം വന്നിരിക്കുകയാണ്. അതായത് BJP ഇപ്പോൾ 28-ാം വാർഡ്, അതായത് മണപ്പുള്ളിക്കാവിൽ വിജയിച്ചിരിക്കുകയാണ്. 41 വോട്ടിനാണ് വിജയിക്കുന്ന സാഹചര്യമുള്ളത്. നിലവിലെ ലീഡ് എതിർത്തിൽ BJP തുടരുന്ന സാഹചര്യമാണുള്ളത്. 1 മുതൽ 6, 28 മുതൽ 30 വരെ എണ്ണുമ്പോൾ BJP കൃത്യമായി 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതിൽ 1 സീറ്റിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റിടങ്ങളിലും ഷൊർണൂരിൽ 3 ഇടങ്ങളിൽ BJP ജയിക്കുന്ന സാഹചര്യമുണ്ടായി. BJP ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന നഗരസഭ ഷൊർണൂർ. 6 സീറ്റ് ഇപ്പോൾ 3 സീറ്റിൽ LDFും 3 സീറ്റിൽ BJPയും വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലും LDF 3 സീറ്റുകളിലും BJP 2 സീറ്റുകളിലും വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. ശക്തമായ മത്സരം പാലക്കാട് തൊടുപുഴയിൽ നിന്നും വരുന്നു. തൊടുപുഴ നഗരസഭ 20-ാം വാർഡിൽ UDFന് വിജയം. തൊടുപുഴ നഗരസഭ 20-ാം വാർഡിൽ അതേപോലെ വാർഡ് 21 UDF വിജയിച്ചു. വിഷ്ണു കോട്ടപ്പുറമാണ് വിജയിച്ചത്. അതേപോലെ നമുക്ക് ഈ വോട്ടിംഗ് തുടങ്ങാത്ത സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ മടപ്പള്ളിയിലെ കാര്യം. രതീഷ്, അവിടെ എന്താണ് പ്രശ്നം? മടപ്പള്ളിയിൽ എന്താണ് വിഷയം? സേതുലക്ഷ്മി, മടപ്പള്ളിയിൽ സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ അല്പം സമയം മുമ്പാണ് തുറന്നത്. പക്ഷേ അതിനുള്ള EVM എണ്ണുന്നതിനുള്ള മുന്നൊരുക്കങ്ങളായില്ല. മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ സോർട്ട് ചെയ്ത് കൗണ്ടിംഗ് ടേബിളിലേക്ക് നമുക്ക് അവിടേക്ക് തിരിച്ചു വരാം. കാരണം അവിടെ തുറന്നു, അവിടെ എണ്ണി തുടങ്ങിക്കോട്ടെ. ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭ 20-ാം വാർഡിൽ UDF വിജയിച്ചു. വാർഡ് 21-ലാണ് UDF വിജയിച്ചത്. വിഷ്ണു കോട്ടപ്പുറമാണ് അവിടെ വിജയിച്ചത്. ചെങ്ങന്നൂർ നഗരസഭയിൽ NDAക്കാണ് ലീഡ്. NDA അതായത് 2 നിന്നുള്ള ഫലങ്ങൾ ലഭിക്കുമ്പോൾ ചെങ്ങന്നൂർ നഗരസഭയിൽ 2 NDA ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമുണ്ട്.